ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി നാം ദൈവത്തിൽ നിന്ന് ജനിക്കണമെന്ന്. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ദൈവവചനത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് അർത്ഥം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. അങ്ങനെ ഒരു വ്യക്തി ദൈവവചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നത്. അങ്ങനെ ദൈവവചനത്തിൽ നിന്ന് ജനിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ മകനായി തീരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാനുള്ളൊരു മാർഗം നാം ദൈവവചനത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ ദൈവവചനത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കാം എന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. നമുക്ക് യോഹന്നാൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഇവിടെ ഈ വചനം നമ്മൾ ഈ വചനം മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകം ഈ വചനത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് എന്ന് പറയുമ്പോൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വചനം യേശുവിനെ കുറിച്ച് അല്ല പറയുന്നത്, മറിച്ച് ഈ വചനം ദൈവവചനത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് നമുക്ക് ഈ വചനം ദൈവവചനത്തെക്കുറിച്ചാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഈ 12-ാം വാക്യം വരെ നമ്മൾ നന്നായി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവജ്ഞാനത്തിൽ ഈ വചനം മനസ്സിലാക്കുമ്പോഴാണ് ഈ അവൻ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആദിയിൽ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അതെന്തുകൊണ്ടാണ് ആദിയിൽ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നത്? നമ്മൾ അതിനു മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ടത് ആദിയും അനാദിയുമുണ്ട്. ആദി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഉളവായതിനു ശേഷമുള്ള കാലമാണ്. അനാദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന്, കുന്നുകളും മലകളും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് ആദിയും അനാദിയുമുണ്ട്. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ആദിയിൽ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അതെന്തുകൊണ്ടാണ് വചനം ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ കാരണം? ആദിയിൽ നമുക്കറിയാം, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നില്ല. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കാത്തത് കൊണ്ട് വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ദൈവവചനം ദൈവമായിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എങ്ങനെ കാണാം എന്ന് ഈ വചനത്തിൽ തന്നെ ആ വചനത്തിൽ തന്നെ അന്തർലീനമായി കിടക്കുന്നുണ്ട്. 1 തീമോത്തിക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്, ആ വചനം ഞാനൊന്ന് വായിക്കാം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് താൻ മാത്രം, ദൈവത്തിന് മാത്രമാണ് അമർത്യതയുള്ളത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അത് മനുഷ്യർക്ക് കാണാൻ കഴിയാത്തവണ്ണം ദൈവം നമുക്ക് അപ്രാപ്യമായ പ്രകാശത്തിലാണ് ദൈവം വസിക്കുന്നത്. പക്ഷേ ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, യേശു നമ്മെ പഠിപ്പിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യേശു നമ്മളെ പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പൗലോസ്ലീഹ ഈ തീമോത്തിക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരാരും കണ്ടിട്ടില്ല, കാണാൻ കഴിയാത്തവനാണ്, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്നവനാണ് എന്നാണ്. പക്ഷേ വചനം അവിടെ എടുത്തു പഠിപ്പിക്കുന്നുണ്ട്, തക്ക സമയത്ത് അവൻ ആ പ്രത്യക്ഷത വരുത്തും. ഇവിടെ നാം ഗ്രഹിക്കേണ്ടത്, ഈ തക്ക സമയത്ത് ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുമെന്നാണ് വചനത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും.
ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീർന്നാൽ നമുക്ക് ദൈവത്തെ കാണാമെന്നാണ്. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതും യേശു പഠിപ്പിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് മനുഷ്യരാരും കണ്ടിട്ടില്ല, മനുഷ്യർക്ക് ആർക്കും കാണാൻ കഴിയില്ലെന്നാണ്. പക്ഷെ യേശു ഇവിടെ പഠിപ്പിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാമെന്നാണ്. ഇനി അതിന്റെ കാരണം എന്താണ്? നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ആ വചനം ഞാനൊന്ന് വായിക്കാം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. അവരുടെ 17-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഞാൻ ഇനി ഓർക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈ കാലം കഴിഞ്ഞ ശേഷം. അപ്പൊ ഒരു കാലമുണ്ട്, ഈ കാലം കഴിഞ്ഞാലാണ്. അപ്പൊ ഈ കാലം കഴിയുമ്പോൾ അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ മനസ്സിലാക്കാം. ഈ കാലം കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതി നമ്മുടെ മനസ്സിൽ ആ വചനം നിറച്ചു തരുന്നത്, നമ്മുടെ ഹൃദയത്തിലെ വചനം നിറച്ച് നമ്മുടെ മനസ്സിൽ എഴുതി തരുന്നത് ഒരു കാലം കഴിഞ്ഞാലാണ്. ഈ കാലം കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരുക എന്നാണ്. അങ്ങനെ ഹൃദയം ശുദ്ധിയുള്ളത് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തില് വചനം പഠിപ്പിക്കുന്നത്, ദൈവം ഈ ഒരു കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായി തീർന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് നമ്മുടെ മനസ്സിൽ എഴുതി തരുമെന്നാണ്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ വചനത്തിലൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവത്തെ കാണാം. നമ്മുടെ ഹൃദയം ശുദ്ധിയായി തീരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വചനം വസിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഗ്രഹിക്കേണ്ടത്, നാം ദൈവത്തെ കാണണമെങ്കിൽ നമ്മളുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരണമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ രണ്ട് രീതിയിലാണ് ദൈവവചനം ഒരു മനുഷ്യൻ ഹൃദയത്തിൽ നിറയ്ക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ നാം ദൈവവചനം വായിച്ച് അത് കാണാപ്പാഠം പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. പക്ഷേ വചനം പഠിപ്പിക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് മനസ്സിൽ എഴുതി തരുന്നു എന്നാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത്. ഒന്ന്, നാം സ്വയം ഹൃദയത്തിൽ നിറയ്ക്കുന്നു. അങ്ങനെ നമ്മൾ സ്വയം ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ അത് മാനുഷിക ജ്ഞാനമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്ക് എഴുതിയ ലേഖനത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യജ്ഞാനത്തിലൂടെ അല്ലെങ്കിൽ മനുഷ്യജ്ഞാനത്തിലൂടെ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ദൈവജ്ഞാനത്തിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം വചനം പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ അത് മാനുഷിക ജ്ഞാനമാണ്. മാനുഷിക ജ്ഞാനത്തിന് ഒരു പ്രശ്നമുണ്ട്. മാനുഷിക ജ്ഞാനം അത് ഭൗതികതയിൽ ഊന്നിയതാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സുവിശേഷ പ്രഘോഷണം നടക്കുന്നത് മുഴുവൻ ഒരു വ്യക്തിക്ക് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഭൗതിക അനുഗ്രഹം ലഭിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. ഇന്നത്തെ സുവിശേഷകരും സുവിശേഷം കേൾക്കുന്നവരും ഈ ഭൗതിക സമ്പത്ത് ലഭിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനെ കുറിച്ചുമാണ് പ്രസംഗിക്കുന്നത്. അത് മാനുഷിക ജ്ഞാനമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മാനുഷിക ജ്ഞാനത്തിലൂടെ ഒരു വ്യക്തിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നു, എന്നാൽ അവന് സ്വർഗീയ ജ്ഞാനം അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം ലഭിക്കുന്നില്ല എന്നാണ് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പൊ ഈ വചനത്തിലൂടെ, ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. അപ്പൊ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹമാണ് ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്നത്. ദൈവം നൽകുന്ന അനുഗ്രഹം ആത്മീക അനുഗ്രഹമാണ്. അത് നാം തിരിച്ചു മനസ്സിലാക്കണം. ആത്മീക അനുഗ്രഹം നൽകുന്നത് ദൈവമാണ്.
നേരെ മറിച്ച് ഭൗതിക ജ്ഞാനത്തിലൂടെ സംസാരിക്കുന്നവർ നമുക്ക് ഭൗതിക ജ്ഞാനം നൽകുന്നു, അല്ലെങ്കിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകുന്നു. ഭൗതിക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം മുഴുവൻ നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ, നമുക്ക് വീട് കിട്ടുന്നതിനെ കുറിച്ചോ, നമുക്ക് കാറ് കിട്ടുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നതിനെ കുറിച്ചോ, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ചോ അങ്ങനെ മാത്രമാണ് ഇന്നത്തെ സുവിശേഷം മുഴുവൻ എന്ന് നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ആത്മീക അനുഗ്രഹമാണ്. ഈ ആത്മീക അനുഗ്രഹത്തിലൂടെയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രഹിക്കേണ്ടത് ആത്മീക അനുഗ്രഹങ്ങളുമുണ്ട്, അതുപോലെ മാനുഷികമായി ലഭിക്കുന്ന, മാനുഷിക ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളുമുണ്ട്. ഈ ആത്മീക അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെയാണ് ദൈവം ആത്മീകമായ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അതിന്റെ 2-ാം വാക്യം പഠിപ്പിക്കുന്നത് ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ഇവിടെ അതിന്റെ 3-ാം വാക്യം പഠിപ്പിക്കുന്നത്, 3-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതിന്റെ 2-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പൊ ദൈവത്തോട് വചനം, ആദിയിൽ അവൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യം 1-ാം വാക്യത്തിൽ മനസ്സിലാക്കി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വീണ്ടും 2-ാം വാക്യം പറയാണ് അവൻ. ഇവിടെ ആദ്യമായിട്ട് അവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് 2-ാം വാക്യത്തിലാണ്. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പൊ അവൻ എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനം ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. കാരണം ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാതിരുന്നതുകൊണ്ട് വചനം ദൈവത്തോട് കൂടെയായിരുന്നു. കാരണം വചനം മനുഷ്യനാണ് ആവശ്യം, മൃഗങ്ങൾക്കോ മറ്റുള്ള ആർക്കും വചനം ആവശ്യമില്ല. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വീണ്ടും അതിന്റെ 3-ാം വാക്യം പഠിപ്പിക്കുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് സകലതും, ഈ ഭൂമിയിലുള്ള സകലതും ഉണ്ടായത് വചനത്തിലൂടെയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യമായിട്ട് ദൈവത്തിന്റെ അധരത്തിലൂടെ പുറത്തു വന്ന വചനം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അപ്പൊ ആദ്യമായിട്ട് ദൈവത്തിന്റെ അധരത്തിലൂടെ പുറത്തു വന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. ആ വചനത്തില് അപ്പൊ നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. അപ്പൊ വെളിച്ചമുണ്ടാകാൻ കാരണം ആ വചനത്തിൽ ജീവനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ വചനം, ഇവിടെ 3-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഈ വചനത്തിൽ ജീവനുണ്ടായിരുന്നു. ഇങ്ങനെ ഈ വചനം കിട്ടുന്ന, അല്ലെങ്കിൽ വചനം ലഭിച്ച എല്ലാവർക്കും ആ വചനത്തിലൂടെ അവന് ജീവനുണ്ടായി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ വചനത്തിലെ ജീവനുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. സദൃശവാക്യം 4-ാം അധ്യായം 20, 21, 22 വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, മകനെ എന്റെ വചനങ്ങൾക്ക് ചെവി തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്കുക, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക, അവയെ ലഭിക്കുന്നവർക്ക് അവ ജീവനും അവന്റെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചു വെക്കുന്നവർക്ക് ആ വചനം അവന് ജീവനുള്ളതാണ്, അല്ലെങ്കിൽ ആ വചനം അവന് ജീവനാണെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചു വെച്ചാൽ ആ വചനത്തിലെ ജീവനുണ്ട്. ആ ജീവനിലൂടെ നമുക്ക് പൂർണ്ണ സൗഖ്യം, അല്ലെങ്കിൽ നമ്മുടെ സർവ്വദേഹത്തിനും സൗഖ്യമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് അപ്പൊ നമ്മൾ മനസ്സിലാക്കി വചനത്തിൽ ജീവനുണ്ട്. ആ ജീവൻ ഇങ്ങനെ ഈ വചനത്തിൽ ജീവനുണ്ട്. ഈ ജീവൻ ലഭിച്ച എല്ലാവരും പ്രകാശമുള്ളവരാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അങ്ങനെ ഈ ജീവൻ ലഭിച്ചവരെല്ലാവരും
ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ഈ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ചിട്ട്, അല്ലെങ്കിൽ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് യേശു പറഞ്ഞത് നമുക്കറിയാം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അങ്ങനെ യേശുവിൽ നിന്ന് ഈ വചനം സ്വീകരിച്ച എല്ലാവരും, അവരോടും യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, ഈ വചനത്തിൽ ജീവനുണ്ട്, ഈ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 13-ാം അധ്യായം 47-ാം വാക്യത്തിലൂടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ആരൊക്കെയാണോ ഈ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് പ്രകാശമുള്ളവരായി തീരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് വെളിച്ചമുള്ളവരായി തീരുന്നത്, അവരെ ലോകത്തിൻ്റെ രക്ഷകരായിട്ട്, അല്ലെങ്കിൽ ജാതികൾക്ക് പ്രകാശമായിട്ട് ദൈവം അവരെ നിയമിച്ചിരിക്കുന്നു എന്നാണ് വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ 4 വചനത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ ഈ വചനങ്ങളെല്ലാം സംസാരിക്കുന്നത്, ഈ 4 വചനങ്ങളും പറയുന്നത് വചനത്തെക്കുറിച്ചാണ്. വീണ്ടും നമ്മൾ ഇവിടെ 5-ാം വാക്യം പഠിപ്പിക്കുകയാണ്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇവിടെ നാം ഒരു കാര്യം കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. 3-ാം വാക്യം പഠിപ്പിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം പഠിപ്പിക്കുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് സമസ്തവും ഉണ്ടായത്. അപ്പൊ നമ്മൾ വീണ്ടും ഈ വചനം തന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്തിൽ അറിയുന്നു. അപ്പൊ ഈ ദൈവവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ഈ വചനം ഗ്രഹിച്ച് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ്, ദൈവവചനത്തിലൂടെയാണ് ദൈവം ലോകത്തെ ഉണ്ടാക്കിയതെന്ന് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കിയെന്നാണ്. അപ്പൊ അവനെ സകലത്തിന് അവകാശയാക്കി വെച്ചു. എന്നിട്ട് വീണ്ടും പറയാണ്, പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വചനത്തെ ദൈവം ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പുത്രനായിട്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവായിട്ടാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. ഇതാണ് മനുഷ്യനെ ഗ്രഹിക്കുവാൻ കഴിയാത്തത്. അപ്പോൾ ഇവിടെ നാം ഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവം ഈ ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ക്രിസ്തുവായിട്ടാണ് ദൈവം ഈ വചനത്തെ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പുത്രൻ മുഖാന്തരം, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അപ്പൊ പുത്രനെയാണ് സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നത്, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ ഈ പുത്രൻ മുഖാന്തരമാണ് ലോകത്തെ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മളിവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ മനസ്സിലാക്കി, അവൻ മുഖാന്തരം ലോകത്തെയും ഉളവാക്കി, അല്ലെങ്കിൽ ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ ഈ അവൻ എന്ന് പറയുന്നത് വചനമാണ്, വചനത്തിലൂടെയാണ് ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ പറയുന്നത്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ ഈ അവൻ എന്ന് പറയുന്നത് വചനമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ അവൻ എന്ന് പറയുന്നത് പുത്രനാണ്, പുത്രൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ദൈവം, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ ഈ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. ഇതാണ് ലോകത്തിനെ ഗ്രഹിക്കുവാൻ കഴിയാത്തത്. ഈ ഒരറിവ് നമ്മൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, തിരുവഴുത്തുകളെയും
ദൈവശക്തിയെയും അറിയായികയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പൊ തിരുവഴുത്ത് യഥാർത്ഥമായിട്ട് നമ്മൾ ശരിയാവണ്ണം ദൈവജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ ഈ തിരുവഴുത്തുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. അപ്പം നമുക്ക് ഈ യഥാർത്ഥ പുത്രനെ തിരിച്ചറിയുവാൻ പരിശ്രമിക്കാം. ദൈവവചനം നമ്മൾ ദൈവജ്ഞാനത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പുത്രനെയും ദൈവത്തെയും എല്ലാം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ വചനത്തെ ദൈവം ഈ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ്. അങ്ങനെ നമുക്ക് ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമുക്ക് ജീവനുള്ളവരായി തീരാം. അതുപോലെ ഈ ജീവൻ ലഭിച്ച് നമുക്ക് പ്രകാശമുള്ളവരായി തീരാം. അങ്ങനെ നമുക്ക് ലഭിച്ച ഈ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു നൽകി ഈ മറ്റുള്ളവരെയും നമുക്ക് പ്രകാശമുള്ളവരാക്കി തീർക്കാം. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നാം പ്രകാശമുള്ളവരായി തീർന്നാൽ നമ്മെ ഓരോരുത്തരുമാണ് ദൈവം ഈ മറ്റുള്ളവർക്ക് രക്ഷ നൽകുവാൻ, ഈ ലോകത്തിൻ്റെ അറ്റത്തോളം അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ രക്ഷ നൽകുവാൻ ഇങ്ങനെ വെളിച്ചം ലഭിച്ചവരെയാണ് ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം ഈ വചനത്തിലൂടെ തിരിച്ചറിഞ്ഞ് നമുക്ക് വെളിച്ചമുള്ളവരായി തീരാം. അങ്ങനെ വെളിച്ചമുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെ ഈ വെളിച്ചത്തിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.